രാവിലെ ആലപ്പുഴ ചായ കൂടി എല്ലാം കഴിഞ്ഞ് വന്നേ. അപ്പോഴാണ് ഇന്ന് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേ ഗസ്റ്റ് ഇറങ്ങണം. എന്നാൽ വണ്ടി ഒന്ന് തൂത്തേക്കാമെന്ന് കരുതി. ഉണ്ടോ വണ്ടിക്കകത്തിരിക്കുന്ന പീരങ്കി? ഈ സാധനം കറക്റ്റായിട്ട് വെച്ചില്ല എങ്കിൽ കിണ് വെച്ചായിരുന്നു. കിണ്. ഈ നമ്മുടെ അടുത്ത പരിപാടി സീറ്റിലെ പൊടി കളയുക എന്നുള്ളതാണ്. സീറ്റിലെ പൊടി കളയുന്ന ബ്രഷാണത്. ഇത് സീറ്റിലെ പൊടിയെല്ലാം കളഞ്ഞ് ഇവിടെ എല്ലാം പൊക്കി. ഇതിനകത്തെല്ലാം പൊടിയാണ്. ഇപ്പം മാരുതി ഇന്നും തൊപ്പിയും ചവച്ച് വിടുന്ന മൊത്തം പൊടി അതിൻ്റെ അകത്ത്. നമ്മുടെ നെക്സ്റ്റ് പരിപാടി ഈ തറ തൂക്കലാണ്. പക്ഷേ ഈ പിറകിലൊരു ടെമ്പോ ട്രാവലർ തമിഴ്നാട് വണ്ടി അതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടേക്കുന്നുണ്ട്. ഇതിൻ്റെ കറുത്ത പുകയും മണവും വണ്ടിക്കകത്തോട്ട് കയറുന്നുണ്ട്. ഈ ഡോറ് അടച്ചിട്ടേക്കുക. നമ്മൾ തൂത്ത് കഴിഞ്ഞ് അവസാനമാകുമ്പോൾ ആ വണ്ടിക്കാരൻ അവിടെ നിന്ന് മാറ്റി മേടിക്കും. അപ്പോൾ നമുക്ക് തുറന്ന് തൂത്ത് അങ്ങോട്ട് കളയാം. ഇവിടെ നമ്മട്ടം വരെയും തൂക്കണം. നമ്മൾ പറഞ്ഞ പോലെ ആ വണ്ടി പോയിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ബാക്കിലെ ഡോറൊക്കെ തുറക്കാം. ഇതിലൊരു ലോക്കുണ്ട്. ലോക്ക് ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവൻ മുന്നോട്ട് വരത്തില്ല. ലോക്ക് ഇട്ട് വെച്ചു. ചപ്പ ഇതിങ്ങനെ തൂത്ത് കളയാനും പാടില്ല. ഇതിങ്ങനെ തട്ടി ഇവിടെ നിൽക്കും. എന്നാലും നമ്മളെങ്ങനെയൊക്കെ കളയും. സീറ്റും അകം എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്ക് പെൻഡിങ് കിടക്കുന്ന പണി എന്നു വെച്ചാൽ ആ ഫ്രണ്ടിൽ കിടക്കുന്ന മാറ്റ് ക്ലീൻ ആക്കുക എന്നുള്ള. ആ മാറ്റ് ക്ലീൻ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലെ ലെഫ്റ്റ് സൈഡിലെ ഡോറ് തുറക്കണം. പക്ഷേ ഡോറ് തുറക്കാൻ നേരത്തെ ഇവിടെ ഇന്നോവ കിടപ്പുണ്ട്. നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഇന്നോവയുടെ ബോഡിയിൽ പോയി നമ്മുടെ ഡോറ് തട്ടാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഒന്നല്ലെങ്കിൽ നമുക്ക് മാറ്റിയിടാൻ സൗകര്യം എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ നമ്മൾ മാറ്റിയിട്ടിട്ട് ആ മാറ്റെല്ലാം എടുത്ത് കുടയും. ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഇന്നോവ പോയിട്ട് നമ്മളത് ചെയ്യും. കാരണം നമ്മളത് ചെയ്യുമ്പോഴത്തേക്ക് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവില്ല. ഈ പ്രത്യേകിച്ച് ഈ വണ്ടിക്കാരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഏകദേശം നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ്